നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി അത്താണി പോയി ഒരു കട്ടൻ അടിക്കുക ഗൈസ്. കട്ടൻ ഈ പമ്പിൽ കയറി ഒന്ന് യൂറിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് യെസ് ഉഷാറായി ഗൈസ്. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ കയറിയ കസ്റ്റമർ രക്ഷ, അതായത് സംസാരിക്കണമെന്നില്ല, ഭയങ്കര ശോകമായിരുന്നു. കസ്റ്റമർ അല്ലേ ഗൈസ്. ഓഫ് എയ്റോപ്ലെയിൻ കിടക്കണോക്കെ. ഗോപ്രോയുടെ ബാറ്ററി തീർന്നിരിക്കുന്നു. ഐ നീഡ് ടു ചേഞ്ച് ദ ബാറ്ററി ഓഫ് ഗോപ്രോ ക്യാമറ. സൈഡ് ഒതുക്കും മോനെ, സൈഡ്. യെസ് ഗൈസ്, ഇപ്പോൾ സമയം 3:46. വി ആൻഡ് 1300 പ്ലസ് ഒരു 250 പ്ലസ് ഒരു 230. ഈ പ്ലസ് 230 250 എന്താണെന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, സ്കിപ്പ് അടിച്ച് കണ്ടാൽ മനസ്സിലാവില്ല. സോ നമ്മൾ അത്ര ഏൺ ചെയ്തിട്ടാ. ബൈ ബൈ ഇന്റർനാഷണൽ എയർപോർട്ടേ. ഒരിടക്ക് ഞാൻ ഇവിടേക്ക് വന്നിരുന്നു. ഞാനിവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് ലിഫ്റ്റ് അടിക്കും എയർപോർട്ടിലേക്ക് പോകാൻ. ബാക്കി കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു സ്റ്റേയും കാര്യങ്ങളും. ഞാൻ നേരെ പള്ളുരുത്തിൽ നിന്ന് വരണ്ടേ, അതൊക്കെ ഷോകായിരുന്നു. അവസ്ഥ അന്നത്തോടെ വെറുത്തു പോയതാണ് ഞാൻ എയർപോർട്ട്. ഇപ്പോഴും എയർപോർട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത് വരണമെന്നില്ല. പിന്നെ റൈഡൊക്കെ പോകല, അപ്പോഴൊക്കെ നൈസ്. പിന്നെ നമ്മളല്ലേ കസ്റ്റമർ. ഞാൻ മാൽദീവ്സിൽ പോയപ്പോഴും മലേഷ്യയിൽ പോയപ്പോഴൊക്കെ അങ്ങ് പൊളിച്ച സെറ്റായിരുന്നു. അടുത്ത ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനിച്ചുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ എപ്പോഴും തിരക്കായിരിക്കും. സോ ഇതിലെ കൂടി വണ്ടി ഇറക്കാൻ പറ്റടാ, ഇവിടെ അടി ഇടിക്കും ചാൻസ് ഉണ്ട്. അവിടെ നിന്നൊരു ചായ കുടിക്കാം കേട്ടോ. ദിസ് ഈസ് ദ ചായക്കട. തിരക്കില്ല രക്ഷപ്പെട്ട്. ഓക്കെ, ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാണാം. ഇക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടാ, നൈസ് ടീ. ആൻഡ് ഐ ആം ഗോയിങ്. നമുക്ക് ആ പറവൂർ കവലയില്ലേ, അവിടെ പോയി സമാധിയാക്കാം. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനിവിടെ സമാധിയായിട്ടാ. എനിക്കൊരു സ്ഥലം കിട്ടി, നല്ല തണലൊക്കെ ഉള്ള. അന്തരീക്ഷം മൂടി വന്നുണ്ട്. ഇന്നലെ മഴ പെയ്തായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. ഇന്ന് മഴ പെയ്യുമെന്ന് ദൈവത്തിനറിയാം. മഴ പെയ്ത അടിപൊളിയായിരിക്കും.